ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ മക്കളെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലേ? എനിക്കും മക്കൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. അൽഹംദുലില്ലാ, റാഹത്താണ്. അപ്പം ഇന്ന് നമ്മൾ ഒരു ചട്ടിൻ്റെയും ചോറ്റും ചട്ടിൻ്റെയും കുറുക്കൻ്റെയും പാത്രം കാണാൻ പോകുന്നത് ഇതൊന്നല്ല കേട്ടോ വീഡിയോ. നമ്മളിവിടെ കുശാൽ നഗർ എന്ന് പറയും. ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രമുള്ളൊരു സ്ഥലമാണ് കേട്ടോ കുശാൽ നഗർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കുടകിൽ. അങ്ങനെ മിഞ്ഞാന്ന് വ്യാഴാഴ്ച ദിവസമല്ലേ, അങ്ങനെ ഞാനും മക്കളും കൂടി അനിയൻ്റെ ഭാര്യ വീട് കുശാലിനാരട്ടാ. അങ്ങനെ പിന്നെ മദ്രസൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് വെള്ളിയാഴ്ച രാവിലെ വരാമെന്നും പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അവിടെ എത്തി നോക്കുമ്പോൾ പിന്നെ നേരെ രാത്രി പറഞ്ഞിട്ട് അവിടെ ഒരു പരിപാടി ഉണ്ടായിന്, ജാത്ര എന്ന് പറയും. അങ്ങനെ എക്സിബിഷനും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടില്ലതാണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി ഞങ്ങൾ അവിടെ പോയി ചായ കുടിയും ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കുട്ടികളെ കളിയും അതൊക്കെ കണ്ടിട്ട് ഒരു 8 മണിയായിനി. പിന്നെ അനിയൻ്റെ ഭാര്യൻ്റെ ഉമ്മയും ഞാനും എൻ്റെ ഉമ്മയും അനിയത്തിൻ്റെ മക്കളും ഓളെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മക്കൾ അമ്മായി എല്ലാവരും കൂടി ഞങ്ങൾ പോയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം കുട്ടികളെ കളിയൊക്കെ കണ്ടിരുന്ന് പിന്നെ കുശാൽ നഗർ എന്ന് പറഞ്ഞാൽ കുശാൽ നഗരത്ത് രാത്രി നല്ല രസമാണ് കേട്ടോ. രാത്രിക്കത്തെ ഒരു പെരൻ്റെ അവിടെ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് തിരിഞ്ഞ് കളിച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയിട്ടോ. ഞങ്ങളെല്ലാവരും കൂടി തന്നെയാണ് പോയത്. അവിടെ എത്തിയപ്പോൾ മക്കളെ നമ്മളെ സുലു പറയുന്ന പോലെ കണ്ണ് മഞ്ഞൊളിച്ചിനി. അങ്ങനെ ഇനി ഇല്ലാത്ത ഒരു സാധനം ഉമ്മയും ബാപ്പയും ഒഴികെ എല്ലാ മുതലും ഉണ്ട്. ആരെങ്കിലും വാടകക്കോ അല്ലെങ്കിൽ സ്വന്തം പെരയേറ്റിട്ടൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിലല്ലേ ഒരു 4-5,000 റുപ്യ കൈമീൻ പൊടിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരു പെരയ്ക്കിൽ എല്ലാ സാധനം എല്ലാ മുതലും വാങ്ങിയിട്ട് വരാം കേട്ടോ. അങ്ങനെ എക്സിബിഷനും അങ്ങനെ കുട്ടികൾക്ക് കളിക്കേണ്ടതും വലിയ ആൾക്കാർക്ക് കളിക്കേണ്ടതും എല്ലാ സാധനവും ഉണ്ടായിന്. കയറുന്ന അവിടെ എൻട്രൻസ് കേട്ടോ. അതിന് ശരിക്കും ഫോട്ടോ വീഡിയോ എടുക്കാനൊന്നും കഴിയുന്നില്ല. എൻ്റെ മോനാണെങ്കിൽ കുറച്ച് ആൾക്കാർ എന്ന് പറയും. ഇത് പാട്ട് ആർക്ക് വേണമെങ്കിലും ഇവിടെ നമുക്ക് പാടാൻ അറിയുന്നവർക്ക് കയറി നിന്ന് പാടാം, ആ ഒരു ഓപ്ഷനാണത്. പക്ഷെ ഇതിൽ പറഞ്ഞാൽ നമുക്കില്ലേ ഇത് വോയിസ് ഓവർ കൊടുക്കാണ്ടും നമ്മളെ മ്യൂസിക് കൊടുക്കാണ്ടാവില്ല കേട്ടോ. എന്താ പറഞ്ഞില്ല, അവിടെ ഫുള്ള് മ്യൂസിക്കും പാട്ടും ഇതൊക്കെയാണ് കേട്ടോ. ഫുള്ള് കോപ്പിറൈറ്റ് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അവിടുത്തെ വോയിസൊക്കെ കട്ടാക്കിയത് ഫുള്ള് മ്യൂസിക്കും പാട്ടും കോപ്പിറൈറ്റ് കിട്ടും നമ്മളെ വീഡിയോക്ക്, അതുകൊണ്ടാണ് കേട്ടോ അത് കട്ടാക്കിയിട്ടിനത്. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് പിന്നെ അതിനെൻ്റെ മോന് വിടുന്നേല് വീഡിയോ എടുക്കാൻ ഉമ്മ ആൾക്കാരുണ്ട് ഒരിടയിൽ ഉമ്മ ആയിപ്പോകുന്നും പറഞ്ഞിട്ട് ഓന് ഒഴിവാവും. കയ്യുമെന്ന് ഇങ്ങോട്ട് വിടുകയല്ല. നീ പോയിക്കടാ, നീ പോയിട്ട് കാണടാന്ന് പറയുമ്പോൾ ഓൻ കേൾക്കുന്നില്ല. ഉമ്മക്ക് കാണൂല, ഉമ്മ ഒറ്റക്കാകുമെന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യുമെന്ന് വിടുന്നില്ല. എന്നാൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് എന്നെ വീഡിയോ എടുക്കാൻ വിടുന്നില്ല കേട്ടോ. എൻ്റെ ഒപ്പം തന്നെ നിൽക്കുക. ഓ 2 അടി മുന്നേക്ക് പോകും, പിന്നെ ബേക്കൊക്കെ തന്നെ വരും. ഒപ്പം വാ അത്ര ജനയായിരുന്നു. ഞാൻ ഇത് ഒയ്വ് നോക്കിയിട്ടാണ് എടുക്കണത്. അവനോൻ്റെ എൻ്റെ കയ്യിൽ വിടുന്നില്ല. എന്തായാലും നമ്മളെല്ലാവരും മക്കൾക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സെന്ന കൊടുക്കട്ടെ. ഇനി ഇല്ലാത്ത ഒരു സാധനവും ഇല്ല കേട്ടോ മക്കളെ. ഞാൻ ഒരു 3-4 സാധനം കുട്ടികൾക്ക് ഇടാൻ കുറച്ച് ഡ്രസ്സ് അങ്ങനത്തെ ഒക്കെ വാങ്ങിന് കേട്ടോ. ഇനി ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ. പിന്നെ നമുക്ക് ഒഴിവും സമയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇടക്കിടക്ക് എന്താക്കുക, നമ്മൾ മക്കളെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ പോവുക അല്ലേ. ഇതൊക്കെ ഓരോ ഗെയിമുകളാണ്. മക്കളൊക്കെ കൂട്ടിയിട്ട് പോവുക, അതൊക്കെ ഒരു സന്തോഷമല്ലേ. അല്ലാതെ ഇപ്പം നമ്മളെല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നിട്ട് നമ്മൾ പോകാൻ പറഞ്ഞാലൊന്നും നടക്കൂല. ഇവിടെ കുറേ ടൂറിസ്റ്റ് സ്ഥലം ഇപ്പം കാണാത്തവർക്ക് കാണാൻ പറ്റി കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. ഈ കുശാൽ എന്ന് പറഞ്ഞിട്ട് ഗോൾഡൻ ടെമ്പിൾ, നിസർഗ ഡാം ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലുമൊക്കെ സമയത്ത് എനിക്കാക്ക് വന്നാൽ ഒഴിവുണ്ടാവില്ലല്ലോ. എല്ലാ സമയത്ത് പോയാൽ അങ്ങക്ക് ഞാനെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇതിൽ കുറേ എണ്ണത്തിലൊക്കെ നമ്മൾ കയറിനേനു. പിന്നെ
മറ്റേ ആകാശത്തൊട്ടിലും മറ്റേ ഇതിലും ഒക്കെ നമ്മൾ കുറേ എണ്ണത്തിൽ കയറിനു. പക്ഷെ അതിനൊന്നും വീഡിയോ എടുത്ത ഇതാണ് എൻ്റെ പൊന്നാര മക്കളെ കാണേണ്ട ഒരു കാഴ്ച. മരണക്കുണ്ട്. എൻ്റെ അമ്മ മരണക്കുണ്ട് എന്ന് പറഞ്ഞത് ഇതൊരു മരണക്കുണ്ട് തന്നെയാണേനു. എൻ്റെ അമ്മോ കണ്ടിട്ടില്ലേ കയ്യങ്കാലം. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ പഠിച്ചോനെ ഈ ഓടിക്കുന്നവർ ഇതിൻ്റെ പെറ്റ തള്ള കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വിടൂല ഒരിക്കലും. ഒരു തള്ള കാണുക എന്നുണ്ടെങ്കിലില്ലേ പട്ടിണി അവിടെ കടന്നോളി മക്കളെ, നിങ്ങൾ ജീവിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല അവിടെ നിന്നോളി എന്ന് പറയും. പക്ഷെ ഓരോരുത്തർക്കും ഒരിക്കൽ പഠിച്ചോ കണക്കാക്കിയത് ഇങ്ങനെ ഒരു ജോലി ആയിരിക്കും. അപ്പൊ അള്ളാഹു അങ്ങനെ ഒന്ന് കൊടുത്ത് കാണാൻ കഴിയൂല മക്കളെ. അത് ഞങ്ങൾക്ക് കണ്ടിട്ട് ഇത് കുറേ അകരത്ത് കയറിപ്പോയിട്ട് കാണണം. താഴേക്ക് ഇറങ്ങുമ്പോൾ തല ചുറ്റേ കണ്ണിട്ടടിക്കുക എന്തൊക്കെയാ പോകുകയെന്ന് കണ്ടിട്ട്. കുറച്ചതില്ലാത്തവർക്കൊന്നും കണ്ടിക്കാൻ കഴിയില്ല, പേടിയായി പോകും കണ്ടിട്ടുണ്ടെങ്കിൽ. നമ്മളെ അത്ര അകരത്ത് നമ്മളെ കൈയിൻ്റെ അടുത്ത് കൂടിയൊക്കെയാണ് ഒരു പറന്നു പോണത്. കുറേ എല്ലാം കുറച്ചൊക്കെ കുട്ടികളെ ഇരുത്തിട്ടോ, എന്നാലും മാക്സിമം ആവുന്നത്ര കുട്ടികളെ ഇരുത്തീന്. പിന്നെ നമ്മള് വരണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റൂല, വീഡിയോ എടുത്തിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് രാവിലെ വരാ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. നോക്കുമ്പോൾ പെരും തണുപ്പ്. നമ്മളിവിടെ കൊടകിൽ കാലാവസ്ഥ തണുപ്പ് തുടങ്ങിയല്ലോ. അങ്ങനെ പിന്നെ വരുത്തില് പിന്നെ അനിയൻ്റെ ഭാര്യൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ അവിടെ കയറി കേട്ടോ. ഒരു പിന്നെ ഭക്ഷണം കഴിക്കാതെ വിടുന്നേ ഇല്ല. നിങ്ങൾ ഏതാച്ചാൽ കുട്ടികളെ സ്കൂളിൽ പോയില്ലേ എന്ന് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് പിന്നെ അവിടെ കുറേ നേരം ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് നല്ല പൂച്ചെടിയൊക്കെ ഉണ്ടാക്കിന് കേട്ടോ. നല്ല അടിപൊളി വൃത്തിയുള്ളൊരു വീട്. അതൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം പിന്നെ എന്താക്കി മക്കൾ ഓർമ്മ ഏതായാലും നമ്മൾ വന്നില്ലേ, നമുക്ക് വിശാൽ ടൗണിൽ പോയി വിശാൽ മാർട്ട് പറഞ്ഞാൽ അതിലേക്ക് അങ്ങനെ പോയിട്ട് നമുക്ക് വെറുതെ കറങ്ങിയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം പിന്നെ എന്താക്കി പറഞ്ഞാൽ കുട്ടികളും ഞാനും കൂടി അങ്ങനെ ടൗണിലേക്ക് പോയി. അവിടുന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടോ. ഇവിടുന്ന് കുറച്ച് പൂച്ചട്ടിയും അങ്ങനത്തെയൊക്കെയാണ് ഞാൻ കുറച്ച് വാങ്ങിയത്. ഇൻഷാ അല്ലാഹ് ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒരു വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ. നാളത്തെ മറ്റന്നാളത്തെ നിങ്ങൾ കമൻറ്റ് ചെയ്യും വീഡിയോയിൽ ഇടണോ വേണ്ടേന്ന് കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണിട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും കൊടുക്കാൻ മറക്കല്ല കേട്ടോ മക്കളെ. വീഡിയോ ഒന്ന് കണ്ടുപോകുമ്പോൾ ആ ലൈക്കൊന്ന് അടിച്ചേക്ക്. അസ്സലാമു അലൈക്കും.